മലയാളത്തിൻ്റെ കവിയമ്മ ശ്രീമതി സുഗതകുമാരി ടീച്ചറിന് പ്രണാമം. മണ്ണിൻ്റെ, മലയുടെ, പുഴയുടെ, പൂക്കളുടെ, അഭയമറ്റവരുടെ അമ്മ മടങ്ങി. കാവ്യ കൈകളിയുടെ അങ്കണത്തിൽ കത്തിനിന്ന നിറദീപം കെട്ടിരിക്കുന്നു. കെട്ടകാലത്തിനു നടുക്ക് തൻ്റെ കവിതയും സാമൂഹിക പ്രതിബദ്ധതയും വ്യക്തമായി ജ്വലിപ്പിച്ചു നിർത്തിയ വലിയൊരു ദീപസ്തംഭം മലയാളത്തിന് നഷ്ടമായി. ആ അമ്മയുടെ ആദ്യകാല ജീവിത പാതകളിലേക്ക് കണ്ണോടിക്കാം. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ശ്രീ ബോധേശ്വരൻ്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന വാഴ്വേലിൽ കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ ഭൂജാതയായി. കേരളത്തിലെ സാഹിത്യ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ശ്രദ്ധേയരായിരുന്ന പ്രൊഫസർ ഹൃദയകുമാരി, പ്രൊഫസർ സുജാതാദേവി എന്നിവരാണ് സഹോദരങ്ങൾ. എഴുത്തിൻ്റെയും വായനയുടെയും സുഗന്ധം നിറഞ്ഞു നിന്ന കുടുംബാന്തരീക്ഷം കുഞ്ഞു സുഗതയുടെ കാവ്യഭാവനയ്ക്ക് ചിറകുമുളപ്പിച്ചു. ഗാന്ധിയൻ ജീവിതത്തിന്റെ വക്താവായിരുന്ന പിതാവിന്റെ ചിന്തകളും ആശയങ്ങളും സുഗതകുമാരി ടീച്ചറിലും കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും വിത്തുപാകി. പിൽക്കാലത്ത് ടീച്ചറുടെ പരിസ്ഥിതി ആതുര സേവന പോരാട്ടങ്ങളുടെ അടിത്തറ ഈ ചിന്താധാരയായിരുന്നു. കോളേജ് പഠനകാലത്ത് ശ്രദ്ധേയമായ ധാരാളം കവിതകൾ എഴുതി. യശശരീരനായ ശ്രീ NV കൃഷ്ണവാര്യരായിരുന്നു അക്ഷരഗുരു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഫിലോസഫിയിൽ മാസ്റ്റർ ബിരുദം നേടി. 1957 എഴുതി പ്രസിദ്ധീകരിച്ച മുത്തുച്ചിപ്പി എന്ന ആദ്യ കൃതി ഏറെ ശ്രദ്ധേയമായി. പാതിരാപ്പൂക്കൾ, പാവം മാനവ ഹൃദയം എന്നിവ ആദ്യകാല കൃതികളിൽ പെടുന്നു. സ്വപ്നഭൂമി, രാത്രിമഴ, അമ്പലമണി, രാധ എവിടെ, കൃഷ്ണ കവിതകൾ, വാഴത്തേൻ, മണലെഴുത്ത്, കൃഷ്ണ നീ എന്നെ അറിയില്ല തുടങ്ങിയവ ആ മഹതിയുടെ കാവ്യ കല്ലോലിനിയിലെ ചില ഓളങ്ങൾ മാത്രം. പ്രകൃതിക്ക് മുറിവേറ്റപ്പോഴൊക്കെ അത് സുഗതകുമാരിയിലെ അമ്മയെ വേദനിപ്പിച്ചു. ഉള്ളിലെ വിക്ഷോഭം കവിതകളിലൂടെയും ലേഖനങ്ങളിലൂടെയും പ്രവഹിച്ചു. ഒട്ടേറെ പ്രകൃതി സമരങ്ങൾക്കും ഉപേക്ഷിക്കപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനും മലയാള ഭാഷയുടെ രക്ഷയ്ക്കുമൊക്കെ മുന്നിട്ടിറങ്ങി. സൈലന്റ് വാലിയിലും പൂയംകുട്ടിയിലും ചീമേനിയിലും അട്ടപ്പാടിയിലും അതിരപ്പിള്ളിയിലും മാവൂരിലുമെല്ലാം പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പൽ, കുട്ടികളുടെ തളിര് മാസികയുടെ പത്രാധിപ, അഭയയുടെയും അത്താണിയുടെയും ആണിക്കല്ല്, അങ്ങനെ എത്രയെത്ര വേഷങ്ങൾ. പുരസ്കാരങ്ങളുടെ പെരുമഴ തന്നെ സുഗതകുമാരി ടീച്ചറിനെ തേടി വന്നു. 1968 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1978 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 1982 ഓടക്കുഴൽ അവാർഡ്, 1984 വയലാർ അവാർഡ്, 1986 ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, 1990 ആശാൻ പോയട്രി പ്രൈസ്, 2001 ലളിതാംബിക സാഹിത്യ പുരസ്കാരം, 2003 വള്ളത്തോൾ പുരസ്കാരം, 2004 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ബാലാമണിയമ്മ അവാർഡും, 2006 പനമ്പിള്ളി പ്രതിഭാ പുരസ്കാരം, 2007 സ്ത്രീ ശക്തി പുരസ്കാരം, P. കുഞ്ഞിരാമൻ നായർ അവാർഡ്, 2009 എഴുത്തച്ഛൻ പുരസ്കാരം, 2012 സരസ്വതി സമ്മാൻ, 2013 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, 2014 VT സാഹിത്യ പുരസ്കാരം, PKV സാഹിത്യ പുരസ്കാരം, തോപ്പിൽ ഭാസി പുരസ്കാരം, 2017 ONV പുരസ്കാരം, 2019 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം തുടങ്ങിയവ
ടീച്ചറുടെ പ്രതിഭയ്ക്ക് ശോഭ പകർന്ന പൊൻപീലികളിൽ പെടുന്നു. 2020 ഡിസംബർ 23 ബുധനാഴ്ച രാവിലെ 10:52 നിത്യതയിൽ വിലയം പ്രാപിക്കും വരെ നമ്മുടെ പ്രകൃതിക്കു വേണ്ടി, ഭാഷയ്ക്കു വേണ്ടി, മനുഷ്യരാശിക്കു വേണ്ടി നീറിക്കൊണ്ടേയിരുന്ന പുണ്യവതി. അത്രമേൽ സ്വാഭാവികമായി, ആത്മാർത്ഥമായി സുഗതകുമാരി ടീച്ചർ എഴുതി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.